മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമോൻ സലീം രാജിന്റെ ഉടായിപ്പിൽ കുടുങ്ങി വഴിയാധാരമായ കടകംപള്ളി നിവാസികൾ ഇപ്പോൾ ജനിച്ചു വളർന്ന നാട്ടിൽ അഭയാർത്ഥികളായി ജീവിക്കുകയാണ്. പതിറ്റാണ്ടുകളായി കരമടച്ച് കൈവശമിരുന്ന ഭൂമി ഇപ്പോൾ സ്വന്തമാണെന്ന് സ്ഥാപിക്കാൻ സർക്കാർ ഓഫീസുകളുടെ തിണ്ണനിരങ്ങുകയാണ് ആ പാവങ്ങൾ. അതിസമ്പന്നർ മുതൽ അത്താഴപ്പട്ടിണിക്കാർ വരെ നീണ്ടു നിൽക്കുന്നു സലീം രാജിന്റെ തട്ടിപ്പിനിരയായവർ. അവർ തന്നെ തങ്ങളുടെ ദുരിതങ്ങൾ എന്താണെന്ന് നമ്മോട് വിശദീകരിക്കും. നിങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ ഞങ്ങൾ കളക്ടറോട് വളരെ വിശദമായി സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ വ്യാജ പട്ടയം റദ്ദ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ട്, ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ഇപ്പോൾ നമ്മൾ 40 പേർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനിയും ആളുകളുണ്ട്. അവരുടെ എല്ലാം അപേക്ഷകൾ കളക്ടർ പരിശോധിച്ച് ഹിയർ ചെയ്തതിന് ശേഷം അദ്ദേഹം ന്യായമായ ഒരു തീരുമാനം എടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എടുക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരുപക്ഷെ അത്തരം ഒരു തീരുമാനം എടുക്കാൻ കളക്ടർ തയ്യാറാവുന്നില്ലെങ്കിൽ ആ നടപടിക്കെതിരായി വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭണങ്ങളും ഈ കടകംപള്ളി ഭൂസംരക്ഷണ ആക്ഷൻ കൗൺസിലും അതിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകളും നടത്തും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം. ടൗൺഷിപ്പ് കമ്മിറ്റി ഇപ്പൊ രൂപീകരിച്ചതേ ഉള്ളൂ, ഞാനാ ട്രഷറർ. അതുപോലെ തന്നെ ഈ ഭൂമി വ്യാജപ്പട്ടയം നൽകി മറിച്ചു വിൽക്കുന്നതിന് കൂട്ടുനിന്ന ചില ആളുകളുണ്ട്. അതിൽ സലീം രാജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖരായിട്ടുള്ള ആളുകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെയെല്ലാം പുറത്തു കൊണ്ടുവന്ന് നിരപരാധികളായ ആളുകൾ എത്രയോ കാലമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി 2012 വരെ കരം തീർത്ത് അനുഭവിച്ചു വന്ന ഭൂമിയാണ്. ഇപ്പോൾ അവർക്ക് കരം ഒടുക്കാൻ ചെന്നപ്പോൾ കരം ഒടുക്കാൻ കഴിയാതെ അവരെ പേരിലെ പട്ടയം മാറി വേറെ ആളുകൾക്ക് പട്ടയം കൊടുത്തു എന്നുള്ള വിവരം പറയും. നോട്ടീസ് കൊടുത്ത എല്ലാവരുടെയും നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഹിയർ ചെയ്യും എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രേഖകളും റെക്കോർഡുകളും പരിശോധിക്കും. അത് പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കും. ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടു, ആ തീരുമാനം ഒരു കാരണവശാലും ഈ നാട്ടിലെ അവിടെ താമസിക്കുന്നവരുടെ കൈവശം വച്ചിരിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനമാകരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനി ഭൂമി തട്ടിപ്പിലെ തിരശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളുടെ രംഗപ്രവേശമാണ്. വർക്കല കഹാർ MLA-യുടെ ബന്ധു അഷ്റഫും സംഘവുമാണ് ഈ ഭൂമി അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ വാദഗതികളും ഭൂമി തട്ടിയെടുക്കാൻ സലീം രാജിൻ്റെ സഹായത്തോടെ അവർ സ്വീകരിച്ച മാർഗങ്ങളും എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ ഹിയറിംഗ് നടക്കും. അതിനുശേഷം ആക്ഷൻ കൗൺസിൽ കൂടി ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിക്കും. ഈ വസ്തു ഞങ്ങളുടെ വല്യപ്പൂപ്പൻ മൂസ ഹാജി 1921 വാങ്ങിച്ച കൂവക്കര മഠത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ രേഖയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഞങ്ങൾ ഇൻകം ഫ്രണ്ട്സ് എടുത്തപ്പോൾ ഈ വസ്തുവിൽ യാതൊന്നും ഇല്ല, ഒരു കാരണവും ഇല്ല. 2006 ഞങ്ങൾ ഭാഗപത്രം ചെയ്യുന്നു, ഒരു കാരണവും നടന്നിട്ടില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നും ഞങ്ങളുടെ കേസുകൾ, കുടുംബക്കാർ തമ്മിലുള്ള കേസുകൾ കോടതിയിൽ വന്നു. അത് OS 8571 എന്ന് പറയുന്ന കേസിൽ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള വസ്തുവകൾക്ക് ഇടയിലാണ് ഈ പട്ടയം SM 12/80 എന്നൊരു പട്ടയം വരികയും ആ പട്ടയം അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ആ പട്ടയത്തിൻ്റെ ഓർഡർ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ പുതിയ സംവാദമായ സലീം രാജിനെ കിട്ടിയപ്പോഴത്തേക്ക് സലീം രാജാണ് ഈ പട്ടയം മാറ്റിയതെന്നും സലീം രാജാണ് മൂസ ഹാജിക്ക് വസ്തു വാങ്ങിച്ചു കൊടുത്തതെന്നും മൂസ ഹാജിക്ക് ഈ വസ്തുവേ ഇല്ലായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഈ സലീം രാജ് എന്ന് പറയുന്ന ഒരാൾ ബിസിനസ്സുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ നല്ല അന്തസ്സായിട്ട് കള്ളത്തരം നടത്തി ജീവിക്കുന്നവനാണ്. എന്റെ കൂടെ ഏർപ്പാട് നടത്തുന്നവർക്കും അതേ അന്തസ് വേണമെന്ന് എനിക്ക് നിർബന്ധ. ആ ഇരുമ്പനത്തെ അവന്റെ പേരനാടാ ജോസേ? ശ്രീകുമാർ. ഇരുമ്പന ശ്രീകുമാർ ബാധ്യതയുള്ള ഒരു സ്ഥലം എന്റെ തലയെ വെച്ച് തന്നപ്പോ അന്ന് അവന്റെ അണ്ണാക്കി കയറ്റി വെച്ചൊന്ന് പൊട്ടിച്ചതാ. പിന്നെ ഇതുവരെ ഇത് തൊടേണ്ടി വന്നിട്ടില്ല. അത് 2013-12 കാലഘട്ടത്തിൽ 1-5 പ്രാവശ്യം കണ്ടു കാണും. അതിനപ്പുറം സലീം രാജിന് ഈ വസ്തുക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ബഹുമാനപ്പെട്ട സബ് കോടതിയുടെ തീരുമാനത്തിൽ കിടക്കുന്നതാണ്. പിന്നെ ആവശ്യക്കാരായവർ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്കുള്ളതാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ മുന്നാധാരങ്ങളും അടിയാധാരങ്ങളും പരിശോധിച്ച് കളക്ടർ വേണ്ട തീരുമാനമെടുക്കും. നമുക്കിപ്പോൾ ഇത് സിവിൽ ഡിസ്പ്യൂട്ടാണ്.
കളക്ടർ വിളിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ വന്നതാണ്. എന്തായാലും ഇത് ഒരു നല്ല കാര്യമാണ്. കാരണം ഈ SM 12/80 പട്ടയം നിലനിൽക്കുന്നതാണോ, അതാണ് പ്രഥമ. ഈ SM 12/80 ആ പട്ടയമാണ് ഇവിടുത്തെ പ്രശ്നം. ആ 12/80 എന്ന് തണ്ടപ്പേരൊന്നും ആരോപണം മാത്രമാണ്. തണ്ടപ്പേര് മാറ്റിയെന്നും ഞങ്ങളുടെ ഒരു ആധാരത്തിൻ്റെ 9-ാം പേജിൽ ഒരു തണ്ടപ്പേര് നമ്പർ ഇൻസർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതും എൻ്റെ പേരിൽ കുറ്റം ചാർത്തി എന്നെ പ്രതിയാക്കാം. നമുക്കതിൻ്റെ കാര്യമില്ല. ഇൻസർട്ട് ചെയ്തൊന്നും ഒരു ആധാരവും എവിടെയും ആരെയും ഹാജരാക്കേണ്ട കാര്യമില്ല. മൈദീൻ കുഞ്ഞ് അബ്ദുറഹ്മാൻ കുഞ്ഞിന് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശപ്രകാരം കിട്ടിയതും അതിൽ OS 8571 റിസീവറായ TK തോമസ് ഒടുക്കെന്ന് അതിൻ്റെ റിമാർക്ക് കോളത്തിലും പരിശോധിച്ചപ്പോൾ കണ്ടതാണ്. അതൊക്കെ പറയാതെയാണ് ഈ റിസീവറില്ല, കോടതിയില്ല, 1921 മൂസ ഹാജി വാങ്ങിച്ച പ്രമാണം അത് ഇവർ റദ്ദ് ചെയ്തെന്നൊക്കെയാണ് ഈ ബാലുസ്വാമിയൊക്കെ പറയുന്നത്. രസകരമായ മറ്റൊരു അധ്യായവുമായി തിങ്കളാഴ്ച കാണാം. അതുവരെ നന്ദി.